മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ് അങ്ങനെ. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഈ സൈറൻ വരുന്ന ആ സ്റ്റേജ് വരെ ആയിട്ടുള്ളൂ. കാരണം 2024 ആ കൂടിയ താപനിലയെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു മറിച്ചുള്ള ഒരു പ്രതിഭാസം ഉണ്ടായിട്ടില്ല. കാഴ്ചക്കുറവുള്ളവർക്കോ അല്ലെങ്കിൽ കേൾവിക്കുറവുള്ളവർക്കോ വേണ്ടിയിട്ട് ഉള്ള സംവിധാനം കൂടി ഈ ആപ്പിൽ വരാൻ പോകുന്നുണ്ട്. ഇന്ന് ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ചൂടേറിയ വിഷയങ്ങളിലൊന്ന് കാലാവസ്ഥയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ നിരവധി പാരിസ്ഥിതിക ദുരന്തങ്ങൾക്ക് സാക്ഷിയായ ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ കേരളത്തിന് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഒരു വേനൽക്കാലത്താണ്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു മഴക്കാലവും കാത്തു നിൽക്കുന്നുണ്ട്. എന്തായിരിക്കും കേരളത്തിൻ്റെ കാലാവസ്ഥയുടെ അവസ്ഥ? ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാനായി സംസ്ഥാന കാലാവസ്ഥാ കേന്ദ്രം ഡയറക്ടർ നീത ഗോപാൽ നമ്മളോടൊപ്പമുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഏറ്റവും ചൂട് നമ്മുടെ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്താണ്. എന്താണ് ചൂടിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ, നമ്മുടെ കാലാവസ്ഥ? മലയാളിയെ സംബന്ധിച്ചോളം ഇതിപ്പോൾ നമ്മുടെ മീനമാസം എന്ന് പറയുന്നത് മലയാള മാസം ഏറ്റവും ചൂട് കൂടിയ മാസം എന്നാണ് പറയുന്നത്. ഏകദേശം മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയും നമുക്ക് പറയാം. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചോളം, കേരളത്തെ സംബന്ധിച്ചോളം സൂര്യൻ ഉച്ചസ്ഥായിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ചൂട് ഈ സമയത്ത് അനുഭവപ്പെടുന്നത്. അത് കാലാവസ്ഥാപരമായിട്ട് കേരളത്തിൻ്റെ സ്ഥിതി അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ എപ്പോഴും എല്ലായിടത്തും കേൾക്കുന്ന പോലെ ആഗോളതാപനം എന്ന് പറയുന്ന ഒരു സംഗതി, അത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളെയും എല്ലാ പ്രദേശത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു അതിതീവ്രമായിട്ടുള്ള കാലാവസ്ഥാ വിശേഷങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ അത് ഉണ്ടാവുന്ന ആ ഇടവേള കുറഞ്ഞു. ഒരു ഉഷ്ണതരംഗത്തിൻ്റെ ഒരു സാധ്യതയെക്കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. എന്താണ് അതിൻ്റെ ഒരു അവസ്ഥ? ഉഷ്ണതരംഗം കേരളത്തിൽ ഇതിനു മുൻപ് കഴിഞ്ഞ വർഷം 2016 ഒരു ചെറിയൊരു സ്പെല്ല് കേരളത്തിലുണ്ടായിരുന്നു. പിന്നെ 2024 അതൊരു 2024 നമ്മുടെ ഭൂഗോളത്തെ സംബന്ധിച്ചോളം ഏറ്റവും ചൂട് കൂടിയ ഒരു വർഷമായിരുന്നു എന്നുകൂടി നമ്മൾ കൂട്ടി വായിക്കണം. കേരളത്തിലെ താപനില നമ്മൾ കുറേ വർഷങ്ങളുടെ ഡാറ്റ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് പരിശോധിച്ചാൽ കേരളത്തിലെ താപനില കൂടി വരുന്നൊരു പ്രവണതയുണ്ട്. അപ്പോൾ നമ്മൾ ആ കാര്യവും പിന്നെ ഈ ആഗോള താപനത്തിൻ്റെ ഒരു വസ്തുതയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കഴിഞ്ഞ വർഷം 2024 എന്ന് പറയുന്നത് എൽനിനോ വർഷം ആയിരുന്നു. എൽനിനോ എന്ന് പറയുന്നത് നമ്മളുടെ തെക്കൻ അമേരിക്കയുടെ അത് പെറു രാജ്യത്തിൻ്റെ തീരപ്രദേശത്തുണ്ടാകുന്ന അവിടുത്തെ ടെമ്പറേച്ചറാണ്. പസഫിക്കിലെ ജലത്തിൻ്റെ താപനില സാധാരണയിൽ കവിഞ്ഞ പോലെ കൂടുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ എൽനിനോ എന്ന് പറയുന്നത്. അപ്പോൾ ആ എൽനിനോ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ നമ്മളുടെ മൺസൂൺ പൊതുവെ മോശമാവാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ലോകരാജ്യങ്ങളിൽ പൊതുവെ ചൂട് കൂടുതലും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹീറ്റ് വേവിൻ്റെ എണ്ണം കൂടുതൽ അല്ലെങ്കിൽ ദൈർഘ്യം കൂടുതൽ, പിന്നെ കാട്ടുതീ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് ഈ എൽനിനോ വർഷങ്ങളിലാണ്. അപ്പോൾ മഴക്കുറവ് ഉണ്ടാവുന്നത് എപ്പോഴും ഒരു 1-to-1 ഒരു റിലേഷൻഷിപ്പില്ല. എന്നാൽ പോലും പൊതുവെ നമ്മളുടെ മൺസൂണിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് എൽനിനോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഇങ്ങനെ പല ഫാക്ടേഴ്സ് ഒന്നിച്ച് വന്നിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ അതുകൊണ്ട് 2024 ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ ഒരു ഏകദേശ താപനില കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാളും 1.5 ഡിഗ്രി കൂടുതലായിരുന്നു. ഗ്രീൻ ഹൗസ് ഗ്യാസസ് അല്ലെങ്കിൽ ഹരിതവാതകങ്ങൾ എന്ന് പറയുന്നതിൻ്റെ എമിഷൻസ് അന്തരീക്ഷത്തിൽ വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഹരിത വാതകങ്ങളുള്ളത് കൊണ്ട് ഈ താപനില ചൂടിനെ രക്ഷപ്പെടാൻ സമ്മതിക്കുക, അതിനെ ട്രാപ്പ് ചെയ്ത് നിർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ കൂടുതലായിട്ട് താപനില അല്ല താപം ആഗിരണം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ താപനില കൂടുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ 1.5 ഡിഗ്രി എന്നുള്ളൊരു സ്ഥിതിവിശേഷം 2024 വന്നു. അപ്പോൾ അത് ഇനിയും കുറച്ച് വർഷങ്ങൾ 2030 ആ താപനില എത്തുമെന്നുള്ളൊരു കണക്കൂട്ടലൊക്കെ ആയിരുന്നു. പക്ഷേ ആ കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ട് താൽക്കാലികമായിട്ടാണെങ്കിലും അത് 2024 തന്നെ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ താൽക്കാലികമായിരിക്കാം. കേരളത്തിൻ്റെ ഈ മിനിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ പകൽ രാവിലത്തെ ആ താപനില പിന്നെ പകൽ ചൂട് അതുമൊക്കെ ഒരു കൂടുന്ന ഒരു പ്രവണതയുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇത് ഒരു ഉഷ്ണതരംഗത്തിന്റെ പടിവാതിക്കലാണോ കേരളം നിൽക്കുന്നത്? സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. കാരണം 2024 ആ കൂടിയ താപനിലയെ ഇല്ലാതാക്കാൻ പറ്റിയ ഒരു മറിച്ചുള്ള ഒരു പ്രതിഭാസം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഒക്ടോബർ നവംബർ മാസങ്ങളിലുമൊക്കെ ഈ നമുക്ക് ചെറിയൊരു തണുപ്പ് അനുഭവപ്പെടേണ്ട ഒരു സമയത്ത് പോലും നമുക്കതുണ്ടായിട്ടില്ല. പിന്നെ ഫെബ്രുവരി മാസങ്ങളിലും എല്ലാം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും
താപനില കൂടുതലായിരുന്നു, സാധാരണ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായിരുന്നു. പിന്നെ ഈ മാർച്ചിൽ ഈ കഴിഞ്ഞ 1-2 ആഴ്ചയിൽ കുറച്ച് വേനൽ മഴ തുടങ്ങിയതിന് ശേഷം താൽക്കാലികമായിട്ടൊരു ശമനം ഉണ്ടായി. പക്ഷേ മഴ മാറി മേഘങ്ങളൊക്കെ മാറിക്കഴിയുമ്പോൾ മാനം തെളിയുമ്പോൾ വീണ്ടും ചൂട് കൂടും. ചൂട് കാലത്ത് ഉള്ള മുന്നറിയിപ്പുകൾ എന്താണ്? ചൂട് കാലത്തുള്ള ഈ ഉഷ്ണതരംഗത്തിൻ്റെ സമയത്ത് എങ്ങനെയാണ് മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത്? അങ്ങനെയുള്ള മുന്നറിയിപ്പുകൾക്കുള്ള സമയം ആയിട്ടുണ്ടോ? ഇപ്പോൾ നമുക്കങ്ങനെ മുന്നറിയിപ്പുള്ള സാധ്യത ഉഷ്ണതരംഗത്തിനുള്ള സാധ്യതയായിട്ടില്ല. പക്ഷേ എന്നാലും ഈ താപനില സാധാരണ പ്രതീക്ഷിക്കുന്നതിലും കൂടുതലായതുകൊണ്ട് അതിനുള്ളൊരു മുന്നറിയിപ്പാണ് ഇപ്പോൾ പോകുന്നുള്ളൂ. ഈ ഉഷ്ണതരംഗം വരുന്നതിന് ഡിക്ലെയർ ചെയ്യുന്നതിനൊരു കണ്ടീഷനുണ്ട്. അത് IMD കുറേ വർഷങ്ങളായിക്കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ സമതല പ്രദേശങ്ങളിലാണെങ്കിൽ അവിടുത്തെ ആക്ച്വൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ അന്നത്തെ താപനില 40 ഡിഗ്രി കഴിയണം. പിന്നെ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന, അതായത് നമ്മുടെ ഹിസ്റ്റോറിക്കൽ ആവറേജ് വാല്യൂ എന്ന് പറയും, അല്ലെങ്കിൽ ക്ലൈമറ്റോളജിക്കൽ നോർമൽ എന്ന് പറയും. അപ്പോൾ അത് സാധാരണ ഒരു പ്രദേശത്ത് പ്രതീക്ഷിക്കുന്ന ഒരു താപനിലയിൽ നിന്നും മിനിമം 4.5 ഡിഗ്രി എങ്കിലും കൂടുതലായിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ ഒരു സമതല പ്രദേശത്തിൽ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ആയാൽ മാത്രമേ ഉള്ളൂ നമ്മൾ അതിനെ ഉഷ്ണതരംഗം എന്ന് വിളിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കോസ്റ്റൽ അല്ലെങ്കിൽ തീരപ്രദേശങ്ങളിൽ 37 ഡിഗ്രി ആയാലും മതി. അപ്പോൾ 37 ഡിഗ്രി അന്നത്തെ താപനിലയായിരിക്കുക, 37 ഡിഗ്രി കടന്നിട്ടുണ്ടാവുക. പിന്നെ ഈ റിപ്പോർട്ട് ചെയ്ത താപനില എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ പ്രതീക്ഷിക്കുന്ന താപനിലയേക്കാളും 4.5 ഡിഗ്രിയിൽ കൂടുതലായിരിക്കുക. അപ്പോൾ ഇങ്ങനെ രണ്ട് കണ്ടീഷൻ വന്നു കഴിഞ്ഞാലാണ് നമ്മളതിനെ ഉഷ്ണതരംഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നാൾ ഇങ്ങനെ മഴയൊന്നും ഇല്ലാതെ കുറേ ദിവസം ഇങ്ങനെ അന്തരീക്ഷം തെളിഞ്ഞ അന്തരീക്ഷമൊക്കെ ആയിട്ട് സൂര്യൻ്റെ രശ്മികൾ, നമ്മൾ ലംബമായ രശ്മികൾ സ്ഥിരമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രത്യേകിച്ചും ആ ഉഷ്ണതരംഗത്തിനുള്ളൊരു സാധ്യത വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ മിക്കവാറും എല്ലാ സ്റ്റേഷനുകളിലും കേരളത്തിൽ ഈ മാർച്ച് പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയാണ് ഈ നമ്മുടെ ക്ലൈമറ്റോളജിക്കൽ നോർമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയിരിക്കുന്നത്. അതായത് സാധാരണ പ്രതീക്ഷിക്കുന്ന താപനില എന്ന് നമുക്ക് ഒരു സാമാന്യേന പറയാം. അപ്പോൾ അത് ഏറ്റവും കൂടുതലുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് മാർച്ച് 15 മുതൽ ഏപ്രിൽ 15 വരെയാണ്. അപ്പോൾ അതിന് ശേഷവും മഴ ഒന്നും ഉണ്ടാവാതിരിക്കുകയൊക്കെ ആണെങ്കിൽ പിന്നെ ഏപ്രിൽ മാസവും അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും, ഏപ്രിൽ അവസാനം വരെ. പിന്നെ മെയ് മാസം തുടങ്ങിക്കഴിയുമ്പോഴാണ് താപനിലയിൽ പിന്നെ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുന്നത്. കാരണം വേനൽ മഴ തുടങ്ങാനുള്ളൊരു സമയമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. മഴയൊന്നും പെയ്യാതെ പോവുകയാണെങ്കിൽ താപനില ഒരു പക്ഷേ ആ നിലയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മാർച്ചിൽ ഇങ്ങനെ ഒരു ബ്രേക്ക് വന്നതുകൊണ്ട് ഒരു പക്ഷേ അത് അത്ര അങ്ങോട്ട് 1-2 സ്റ്റേഷനിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാനും സാധ്യതയുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഉഷ്ണതരംഗം വന്നില്ലെങ്കിൽ പോലും നമ്മളുടെ ഇപ്പം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഹയർ സൈഡിലേക്കാണ്, അല്ലെങ്കിൽ കൂടുതലാണ് എപ്പോഴും സാധാരണ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ആളുകൾക്ക് പല രീതിയിലുള്ള അസ്വസ്ഥതകളും ഒക്കെ ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് നമ്മുടെ സോളാർ നൂൺ എന്ന് പറയുന്നല്ല, നമ്മുടെ സൂര്യൻ്റെ രശ്മികൾ ലംബമായിട്ട് പതിക്കുന്ന സമയം, നമ്മൾ നിഴലിൻ്റെ നീളം ഏറ്റവും കുറഞ്ഞിരിക്കുന്ന സമയം, ആ സമയത്ത് പുറത്തിറങ്ങുന്നതെന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം ഏറ്റവും കൂടുതൽ ചൂടടിക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ KSDM ഒരു അലേർട്ട് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടല്ലോ, UV അലേർട്ട് എന്ന് പറഞ്ഞിട്ട്. ആ സമയത്താണ് ഈ UV തരംഗങ്ങളും ഏറ്റവും കൂടുതൽ ഭൂമിയിൽ എത്തുന്നത്. അപ്പോൾ അത് സൺബേൺ അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ടാണ് ഇപ്പം സൺബേൺ, സൺസ്ട്രോക്ക്, 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഈ സൂര്യൻ്റെ രശ്മികൾ നേരിട്ടടിക്കുന്നതുകൊണ്ടുള്ള പൊള്ളൽ, പിന്നെ സൂര്യാഘാതം. ഇത് രണ്ടാണ്. ചർച്ചകളിൽ പലപ്പോഴും വരുന്ന ഒരു 2 പ്രദേശങ്ങൾ ഈ പാലക്കാടും പുനലൂരുമാണ്. എന്താണ് ഇതിൻ്റെ ഒരു? അത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടാണ് പാലക്കാട് ചൂടിന് എപ്പോഴും, പാലക്കാടെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം വരുന്നൊരു കാര്യം ചൂട് കൂടിയ പ്രദേശം എന്നുള്ളതാണ്. അത് പുനലൂരും സമാനമായിട്ട് തന്നെ, പക്ഷേ പാലക്കാടിൻ്റെ അത്രയും ചൂടുണ്ടാവാറില്ല പുനലൂർ. പാലക്കാടാണ് കഴിഞ്ഞ വർഷം ഈ ഉഷ്ണതരംഗം റിപ്പോർട്ട് ചെയ്ത ഒരു സ്ഥലം. അത് ആ പാലക്കാടൻ ഗ്യാപ്പിൻ്റെ പ്രസൻസ് അല്ലെങ്കിൽ സാന്നിധ്യം കൊണ്ടാണ് പാലക്കാടൻ ചുരം, അതുപോലെ തന്നെ നമുക്ക് ചെങ്കോട്ട പാസ്, ഈ 2 പശ്ചിമഘട്ട മലനിരകളിലുള്ള ഈ ഒരു 2 ഗ്യാപ്പുകൾ കൊണ്ടാണ് ഈ 2 സ്ഥലങ്ങളിലും താപനില എപ്പോഴും കൂടി നിൽക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഒരുപാട് സാങ്കേതിക വിദ്യയിൽ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ട്, പുതിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ഈ കാലാവസ്ഥയുടെ മുന്നറിയിപ്പുകൾ അല്ലെങ്കിൽ മുൻകൂട്ടി ഇതിൻ്റെ കാര്യങ്ങൾ മാറുന്നതിനെക്കുറിച്ച് നമുക്കൊരു മുൻ ധാരണ തരുന്നതിന് എത്രത്തോളം സഹായിച്ചിട്ടുണ്ട്? കാലാവസ്ഥ ശാസ്ത്രം എന്ന് പറഞ്ഞ് പ്രത്യേകിച്ചും ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ്
ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെ ഈ മുന്നേറ്റത്തെ ഏറ്റവും ആദ്യം ഉൾക്കൊണ്ട ഒരു വകുപ്പാണെന്ന് പറയാം. നമുക്ക് കാലാവസ്ഥ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഉപഗ്രഹങ്ങളുണ്ട്. പലർക്കും അറിയില്ലായിരിക്കാം. പക്ഷേ നമ്മൾ ഈ കാലാവസ്ഥ വിവരങ്ങൾ ഈ മീഡിയയിലൊക്കെ പ്രത്യേകിച്ചും TV ചാനലുകളൊക്കെ കാണിക്കുമ്പോൾ ഈ സാറ്റലൈറ്റിൻ്റെ പടങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കാലാവസ്ഥ നിരീക്ഷിക്കാൻ വേണ്ടി മാത്രമായിട്ട്, അപ്പോൾ ഈ മേഘങ്ങളുടെ ഈ ഇമേജ് മാത്രമല്ല അതിൽ കിട്ടുന്നത്. അതല്ലാതെ അന്തരീക്ഷത്തിൻ്റെ വിവിധ നിലകളിലെ താപനില, കാറ്റിൻ്റെ ഗതി, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിരീക്ഷിക്കാൻ പറ്റുന്ന ഉപഗ്രഹങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ അത് ഒരു വലിയൊരു നേട്ടമായിട്ട് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സ്പേസ് ടെക്നോളജിയിലെ അഡ്വാൻസ്മെൻറ്റ് നമ്മളെ ഒത്തിരി സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ നമ്മളുടെ സൈക്ലോണുകൾ അല്ലെങ്കിൽ ചക്രവാതങ്ങളുടെ കാര്യത്തിൽ അത് ഈ സാറ്റലൈറ്റ്സ് വന്നതിന് ശേഷം എല്ലാ ഇതിൻ്റെ ഏറ്റവും എന്താ പറയുക, ഏറ്റവും ഫോർമേഷൻ്റെ ഏറ്റവും ഇനീഷ്യൽ സ്റ്റേജ്, അതായത് ഇതുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്ന ആ സമയം മുതൽ നമ്മളിതിനെ നിരീക്ഷിക്കാനായിട്ട് സാറ്റലൈറ്റ്സാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത് പിന്നെയാണ് നമുക്ക് റഡാറുകൾ വന്നത്. റഡാറുകൾ നമ്മളുടെ ഈ ലോകമഹായുദ്ധ കാലത്ത് റഡാറുകൾ ഈ കാലാവസ്ഥ നിരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുകയും അത് ശരിക്കും പറഞ്ഞാൽ ലോകമഹായുദ്ധത്തിന് ശേഷം ഈ ടെക്നോളജി പോസിറ്റീവായിട്ട് മനുഷ്യനെ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാര്യമാണ് വെതർ റഡാറുകൾ എന്ന് പറയുന്നത്. വെതർ റഡാറുകൾ നമ്മൾക്ക് വളരെ പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഇവിടെ ഈ നമ്മളിപ്പോൾ ഇരിക്കുന്നത് റഡാർ സ്റ്റേഷനാണിത്. ഇവിടെ നേരത്തെ ഒരു സൈക്ലോൺ ഡിറ്റക്ഷൻ റഡാർ എന്ന് പറഞ്ഞൊരു ഓൾഡ് മോഡൽ റഡാറാണ് ഉണ്ടായിരുന്നത്. നമ്മളുടെ തീരപ്രദേശം മുഴുവൻ കവർ ചെയ്യാൻ വേണ്ടി കിഴക്കൻ തീരവും പടിഞ്ഞാറൻ തീരവും മുഴുവൻ കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് സൈക്ലോൺ ഡിറ്റക്ഷൻ റഡാർ അല്ലെങ്കിൽ CDR എന്നാണ് പറയുക. അപ്പോൾ സൈക്ലോൺ തിരിച്ചറിയാനാണ് നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ അത് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അത് ഏവിയേഷന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ എയർപോർട്ടിലെ കാലാവസ്ഥയൊക്കെ പറയാനും അവിടെയുള്ള മേഘങ്ങളുടെ ചലനവും അങ്ങനെയുള്ള മൂവ്മെൻറ്റൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടും. പിന്നീട് ഈ റഡാർ ടെക്നോളജിയിൽ വന്ന മാറ്റം കൊണ്ട് ഒരു ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്ന വേറൊരു ടെക്നോളജിയാണ്. അപ്പോൾ അതിൽ കൂടുതൽ കാര്യക്ഷമമായിട്ട് ഈ പല രീതിയിലുള്ള ഇൻഫർമേഷൻ കിട്ടും. അത് പ്രത്യേകിച്ച് ഏവിയേഷനിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള. ഇപ്പോൾ നമ്മൾ കൊച്ചിയിലുള്ള ഈ ഡോപ്ലർ വെതർ റഡാർ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും നമുക്ക് കാലാവസ്ഥ നിരീക്ഷിക്കാൻ ഉപയോഗിക്കും. ഒരു പരിധിവരെ ഈ കൊച്ചിയിൽ ഈ റഡാറാണ് നമ്മളുടെ പ്രത്യേകിച്ച് ഈ തീവ്ര മഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതുപോലെയുള്ള മേഘങ്ങളൊക്കെ നിരീക്ഷിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ റഡാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളുടെ ശേഷി കൂടിയ കമ്പ്യൂട്ടറുകൾ ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിനാണ് ഏറ്റവും ആദ്യമായിട്ട് ഈ സൂപ്പർ കമ്പ്യൂട്ടറുകളൊക്കെ വന്നു തുടങ്ങിയപ്പോൾ ഉപയോഗിക്കാൻ കിട്ടിയ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ന്യൂമറിക്കൽ വെതർ മോഡൽസ് എന്ന് പറയും, അഥവാ നമ്മൾ ഈ അന്തരീക്ഷത്തിലെ മൂവ്മെൻറ്റും അല്ലെങ്കിൽ ഇതിലെ അന്തരീക്ഷത്തിൻ്റെ ചലനങ്ങളെ അല്ലെങ്കിൽ നമ്മൾ അന്തരീക്ഷത്തെ ഒരു എന്താ പറയുക ഇമിറ്റേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മിമിക്ക് ചെയ്യുന്ന ഒരു മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഗണിത ശാസ്ത്രം ഉപയോഗിച്ചിട്ട് അന്തരീക്ഷത്തിനെ നമ്മൾ ഒന്ന് അനുകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ശേഷി കൂടിയ കമ്പ്യൂട്ടറുകൾ കൊണ്ട് നമുക്ക് അന്തരീക്ഷത്തിനെ ഒന്ന് മോഡൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഫ്യൂച്ചർ നാളെ മറ്റന്നാൾ അങ്ങനെ ഇപ്പോൾ ശേഷി കൂടിയ കമ്പ്യൂട്ടറുകളുണ്ടെങ്കിൽ നമുക്ക് 10 ദിവസം വരെ 15 ദിവസം വരെയൊക്കെ നമുക്ക് കാലാവസ്ഥ അറിയാൻ പറ്റും. ഇന്ന് മനുഷ്യന് അതേ സമയത്ത് നമ്മളുടെ ഈ പാരമ്പര്യ രീതികൾ ഉപയോഗിച്ച് ഒരു 3 ദിവസം വരെയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ പാരമ്പര്യ രീതികൾ ഉപയോഗിക്കുന്ന നമ്മൾ തീർത്തും നിർത്തിയിട്ടില്ല. കാരണം ഈ ഗണിതശാസ്ത്ര മോഡലുകൾ 100% എപ്പോഴും കൃത്യമല്ല. നമ്മൾ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ പല മോഡലുകളും ഈ ബയലാറ്ററൽ കൊളാബറേഷൻസും അങ്ങനെയൊക്കെ കൊണ്ട് പല മോഡലുകളും പ്രോഡക്ട്സും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പല മോഡലുകൾ വരുന്നതിന് കാരണം തന്നെ ഒരു മോഡലും 100% കൃത്യമല്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്ന വെച്ചാൽ നമ്മളുടെ ഈ നമ്മൾ മാനുവലായി ഒരു ഫോർകാസ്റ്ററുടെ കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സ്വന്തമായിട്ടുള്ളൊരു പരിജ്ഞാനം നമ്മൾ പറയില്ലേ, ആ ഒരു കാര്യം വെതർ ഫോർകാസ്റ്റിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഒരു സ്ഥലത്തെ വെതർ എന്ന് പറഞ്ഞാൽ ഈ ലോക്കലായിട്ടുള്ള പല പ്രത്യേകതകളും ഉണ്ടാവും. അപ്പോൾ അതും ഈ ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ മോഡലിൽ നിന്ന് വരുന്ന പ്രോഡക്ട്സും ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് IMD ഫോർകാസ്റ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പണ്ട് ടെലിഗ്രാം ഒരു ടെലിപ്രിൻ്റർ മെഷീൻസ് എല്ലാ പ്രധാനപ്പെട്ട കാലാവസ്ഥാ കേന്ദ്രത്തിലും ടെലിപ്രിൻ്റർ മെഷീൻ ഉണ്ടായിരുന്നു.
അപ്പോൾ മറ്റ് കാലാവസ്ഥാ കേന്ദ്രങ്ങളുമായിട്ട് ഇന്ത്യക്ക് വെളിയിലുമുള്ള കാലാവസ്ഥാ കേന്ദ്രങ്ങളുമായിട്ട് ഈ ഡാറ്റ എക്സ്ചേഞ്ച് നടന്നുകൊണ്ടിരുന്നത് ഈ ടെലിപ്രിൻ്ററുകൾ വഴിയായിരുന്നു. അപ്പം ഇപ്പോൾ ടെലിപ്രിൻ്ററുകളില്ലല്ലോ. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റും അതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിക്കേഷൻ മോഡ് മാറി. അതുപോലെ തന്നെ പഴയ സാങ്കേതിക വിദ്യകളൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ അതൊക്കെ. അപ്പം നമ്മൾ എല്ലാ രീതിയിലും ഇപ്പം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ സ്പേസ് സയൻസ്, കമ്പ്യൂട്ടിംഗ് ടെക്നോളജി, കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി, പിന്നെ ബാക്കിയുള്ള ഈ ടെക്നോളജിക്കൽ എല്ലാ അഡ്വാൻസ്മെൻറ്റ്സും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. 2018 പ്രളയം, ആ പ്രളയത്തിന് ഒരു വഴിത്തിരിവായിട്ടോ ഒരു നാഴികക്കല്ലായിട്ടോ കണക്കാക്കാൻ സാധിക്കുമോ? പറഞ്ഞാൽ നമ്മൾ ഏറ്റവും സുരക്ഷിതരായിരുന്ന ഒരു ജനസമൂഹമായിരുന്നു നമ്മൾ. അത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും കാവ്യാത്മകമായിട്ട് പാടിപ്പുകഴ്ത്തിയ ദൈവത്തിന്റെ മഴക്കാലവും ഓരോ ഋതുഭേദവും നമ്മൾ വളരെ ആസ്വദിച്ച് അതിനെക്കുറിച്ച് കവിതകളും കഥകളും നോവലുകളും എല്ലാം നമ്മുടെ സ്വപ്നങ്ങൾ പോലും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാലമായിരുന്നു. സ്വപ്നങ്ങളും നമ്മളുടെ പഴയ ഓർമ്മകളും ഒക്കെ പല കാര്യങ്ങളുമായിട്ട് ഈ സീസണുമായിട്ട് വളരെയധികം അല്ലെങ്കിൽ ഋതുക്കളുമായിട്ട് വളരെ ചേർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്കാലവും നമ്മുടെ വളർച്ചയുടെ പല സ്റ്റേജസിലും പല കാര്യങ്ങളും നമ്മൾ ഒരുപക്ഷെ ഋതുക്കളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എത്രയോ നമ്മുടെ മലയാളത്തിലെ സിനിമാ ഗാനങ്ങളും ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ എനിക്ക് കോട്ട് ചെയ്യാമോ എന്നറിയത്തില്ല, ഒരു പറച്ചിലുണ്ടല്ലോ, മഴ, കട്ടൻ ചായ, ജോൺസൺ മാഷ്, അങ്ങനെ. അപ്പോൾ ആ ഒരു സ്ഥിതിയിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ 2018 പ്രളയം. അപ്പം അതിനു മുമ്പ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ 2015 ഈ മാറ്റങ്ങൾ പ്രകടമായി തുടങ്ങിയത്. അന്നൊരു വരൾച്ചയുണ്ടായി. 2014 നമുക്ക് ഹീറ്റ് വേവ് ഉണ്ടായി. പിന്നെ 2017 ഓഖി വന്നു, 2018 പ്രളയം വന്നു, 2019 ചെറിയ രീതിയിലാണെങ്കിലും ലാൻഡ് സ്ലൈഡും ചെറിയ ഒരു ഏരിയയിലാണെങ്കിൽ പോലും പ്രളയമൊക്കെ വന്നു. അപ്പോൾ അന്ന് മുതൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ തീവ്ര കാലാവസ്ഥ എന്താണെന്ന് ശരിക്കും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങി, അനുഭവിക്കാൻ തുടങ്ങി. അതെ, ഇപ്പോൾ നമ്മളുടെ കേരളത്തിൻ്റെ ഈ വൾനറബിലിറ്റി മാപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഓരോ ഈ വിപത്തുകളും കേരളത്തിലെ ഏതെല്ലാം ഭാഗങ്ങളിൽ ബാധിക്കാം എന്നുള്ളതിൻ്റെ ഒരു മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് ഒഴിവായിട്ടുള്ള ഒരു ഭൂപ്രദേശം വളരെ കുറച്ചാണ് ഇന്ത്യയിൽ. കേരളത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ, പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ ഇത് ഒഴിവായിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മഴക്കാലത്ത് അല്ലെങ്കിൽ സൈക്ലോണുള്ള സമയത്ത് നമ്മുടെ തീരപ്രദേശങ്ങൾ, മഴക്കാലത്ത് നമ്മളുടെ പശ്ചിമഘട്ടത്തിലെ ഈ ലാൻഡ് സ്ലൈഡ് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ പോലെയുള്ള സാധ്യത. പിന്നെ നല്ല മഴയുള്ള സമയത്താണെങ്കിൽ നമ്മുടെ ഈ സമതലങ്ങളിലുള്ള ഫ്ലഡ് അല്ലെങ്കിൽ വെള്ളപ്പൊക്കം, നദി കരകവിഞ്ഞ് ഒഴുകുന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പുതിയ ഉഷ്ണതരംഗത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം ഉഷ്ണതരംഗമൊക്കെ ഒരുപക്ഷെ നമ്മളാരും ഒരു സമയത്തും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നിരിക്കാം. ചൂട് കൂടിയ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് ആളുകൾ കൂടുതൽ അതിനെപ്പറ്റി, പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഡാറ്റയൊക്കെ ഒന്ന് 50 വർഷത്തിന് മുമ്പുള്ള ഡാറ്റയൊക്കെ ഒന്ന് അനലൈസ് ചെയ്താൽ അറിയാൻ പറ്റുമായിരിക്കാം. പക്ഷേ നമ്മളുടെ ആരുടെയും ഓർമ്മയിൽ അങ്ങനെ ഒരു ഉഷ്ണതരംഗം വന്നിട്ടുള്ളതായിട്ട് നമുക്കാർക്കും ഓർമ്മയില്ല. ഇങ്ങനെ പല ഈ അനുഭവങ്ങളിലൂടെ എന്താ പറയുന്നത്, അത് അനുഭവത്തിൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, അനുഭവത്തിൽ നിന്ന് പാഠം പഠിച്ചവരാണ് നമ്മൾ എന്ന് പറയാം. സംസ്ഥാനത്ത് മൊത്തത്തിൽ എത്ര വെതർ സ്റ്റേഷൻസ് ഉണ്ട്? ഇപ്പം ഓട്ടോമാറ്റിക് 129 ഉണ്ട്. പിന്നെ അതല്ലാതെ പലതരം ഒബ്സർവേറ്ററി ഉണ്ട്. ഇപ്പം നമ്മൾ പാർട്ട് ടൈം ഒബ്സർവേറ്ററീസ് എന്ന് പറയും. ഒരു 2 ഒബ്സർവേഷൻ മാത്രം എടുത്തിരുന്ന IMDയുടെ സ്റ്റാഫല്ല, IMDയുടെ അവർ നമ്മൾക്ക് പല പ്രോജക്റ്റിൻ്റെ പാർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ റെയിൻഫോൾ മോണിറ്ററിങ് സ്റ്റേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഈ നെൽകൃഷിയെ പ്രത്യേകിച്ചും എന്താ പറയുക, അതിന് സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചില പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇപ്പോൾ റെയിൻ ഗേജ് സ്റ്റേഷൻസ് ഒക്കെ ഉണ്ട്, മഴമാവിനികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നുള്ള വിവരങ്ങളെല്ലാം കൂടെ കൂട്ടി നമ്മൾക്ക് ഇപ്പോൾ ഒരു 235ഓളം ഒബ്സർവേഷൻസ് IMDയുടെ മാത്രമായിട്ട് ഉണ്ട്. പിന്നെ അതുകൂടാതെ നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് മഴമാവിനികളുണ്ട്. അതാണ് നമുക്ക്, അത് IMDയുടെ സഹായത്തോടെയാണ് അവർ ഈ എല്ലാ സ്റ്റേജസിലും IMDയുടെ ടെക്നിക്കൽ സപ്പോർട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് IMDയുടെ ഡാറ്റ പോലെ തന്നെ നമുക്ക് ആ റെയിൻഫോൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം മാഡത്തിനെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിലും അതുപോലെയുള്ള ഉത്തരേന്ത്യൻ സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥ? ഈ ഉഷ്ണതരംഗത്തിൻ്റെയോ അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത്? സൂര്യൻ എവിടെ നിൽക്കുന്നോ, ഉച്ചസ്ഥായിൽ നിൽക്കുന്നോ, അവിടെ ചൂട് കൂടുന്നുള്ളതാണ്. അപ്പോൾ
സൂര്യൻ ദക്ഷിണാർദ്ധഗോളത്തിൽ എളുപ്പം ഉത്തരേന്ത്യയിൽ ശൈത്യകാലമായിരിക്കും. നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമധ്യരേഖയുടെ അടുത്ത് കിടക്കുന്നതുകൊണ്ട് അങ്ങനെയുള്ള ആ ഒരു സീസണൽ വേരിയേഷൻ അല്ലെങ്കിൽ ഒരു പ്രകടമായ ഋതുവ്യത്യാസം നമുക്ക് അത്രയധികം ഇല്ല. പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് അത് വളരെ പ്രകടമായിട്ടുള്ള ഒരു ചൂടുകാലവും ഒരു തണുപ്പ് കാലവും അവർക്കുണ്ട്. അപ്പോൾ തണുപ്പ് കാലത്ത് അവർക്ക് കോൾഡ് വേവ് അല്ലെങ്കിൽ ശീതതരംഗം വരും. ചൂട് കാലത്ത് അവർക്ക് ഉഷ്ണതരംഗവും വരും. അപ്പോൾ അവരുടെ ജീവിതം, ഭക്ഷണ രീതി, വസ്ത്രധാരണ രീതി, അവർ ഈ ഇതുപോലെ സ്കൂളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ അവർ അതിൻ്റെ എല്ലാം ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടാണ് അവർ രൂപപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് ഏത് നാട്ടിലാണെങ്കിലും നമ്മളുടെ ഈ പറയുന്ന പോലെ നമ്മളുടെ വസ്ത്രധാരണവും നമ്മുടെ ആഹാര രീതിയും നമ്മുടെ ജീവിത രീതിയും ഏറ്റവും ആദ്യം ഡിസൈഡ് ചെയ്യുന്ന ഏറ്റവും ആദ്യത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ആ ഒരു രീതികളുമായി പൊരുത്തപ്പെട്ട് അവരുടെ ഭക്ഷണക്രമത്തിൽ നല്ല വ്യത്യാസമുണ്ട്. ഉഷ്ണകാലത്ത് കഴിക്കുന്ന ഭക്ഷണവും ശൈത്യകാലത്ത് കഴിക്കുന്ന ഭക്ഷണവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ വസ്ത്രധാരണം സ്വാഭാവികമായിട്ട് ആലോചിക്കാവുന്നേ ഉള്ളൂ. അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർ അങ്ങനെ അവർക്കൊരു ശീലമുണ്ട്. നമ്മൾക്ക് അങ്ങനെ ഒരു പ്രകടമായ ഈ വ്യത്യാസം ഋതുക്കൾ തമ്മിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരേ വസ്ത്രങ്ങൾ എല്ലാ സീസണിലും ധരിക്കുന്നു, അല്ലെങ്കിൽ ഒരേ ഭക്ഷണം എല്ലാ വർഷം മുഴുവനും കഴിക്കുന്നു. അങ്ങനെയാണ്. എന്നാൽ പോലും മഴക്കാലത്താണ് നമ്മൾ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തുന്നത്. നമ്മുടെ ആഹാരത്തിലുമൊക്കെ ചെറിയ പഴമക്കാരങ്ങനെ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയിരുന്നു. ഇന്ന് അങ്ങനെ ഫോളോ ചെയ്യുന്ന അധികം ആൾക്കാരൊന്നും ഉണ്ടാവില്ലായിരിക്കും. എന്നാലും മഴക്കാലത്താണ് നമ്മൾ അങ്ങനെയുള്ള ശ്രദ്ധയൊക്കെ എടുത്തിരുന്നത്. പിന്നെ ഇപ്പം പറഞ്ഞതുപോലെ ഈ സൈക്ലോണുകൾ പോലെയുള്ള ഈ ദുരന്തങ്ങളൊക്കെ ഒറീസ, ബംഗാൾ അല്ലെങ്കിൽ ആന്ധ്ര അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലായിട്ട് സംഭവിക്കുന്ന സംസ്ഥാനങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഈ ആളുകളെ സൈക്ലോൺ ഷെൽട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് സൈക്ലോൺ സംബന്ധിച്ചപ്പോൾ ഒരു 2-3 ദിവസം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതിന് തക്കതായ എല്ലാ സജ്ജീകരണമുള്ള സൈക്ലോൺ ഷെൽട്ടേഴ്സൊക്കെ ഈ കോസ്റ്റൽ ബെൽറ്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലും അങ്ങനെ കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് KSDMA. അപ്പോൾ അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ള വെള്ളം, മരുന്ന്, നമുക്ക് എന്തായാലും ഇതുവരെ ഇങ്ങനെ സൈക്ലോൺ ഡയറക്റ്റായിട്ട് ക്രോസ് ചെയ്തിട്ടില്ല. ഇനിയും അതുണ്ടാവില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം അങ്ങനെ ഒരു ബെൽറ്റിലല്ല നമ്മളുള്ളത്. പക്ഷേ തമിഴ്നാട്, ആന്ധ്ര, തമിഴ്നാട്ടിൽ എണ്ണം കുറവാണെങ്കിലും തമിഴ്നാട്ടിലും സൈക്ലോൺ നേരിട്ട് പ്രവേശിക്കാറുണ്ട്. പിന്നെ ആന്ധ്ര, ഒറീസ, വെസ്റ്റ് ബംഗാൾ അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പം അവിടെ ഈ സൈക്ലോൺ ഷെൽട്ടറുകളൊക്കെ സ്ഥാപിച്ച് ആളുകളൊക്കെ മാറ്റി പാർപ്പിച്ച് അങ്ങനെ ജീവൻ രക്ഷിക്കാറുണ്ട്. പിന്നെ ഇതുപോലെ ഇലക്ട്രിസിറ്റിക്ക് അത്യാവശ്യമായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക, പിന്നെ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ ഒരു ഈ ഷെൽട്ടറുകളിൽ തന്നെയാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു എമർജൻസി ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഹെലികോപ്റ്റർ ലിഫ്റ്റിങ്ങിനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൈക്ലോൺ ഷെൽട്ടറൊക്കെ ഡിസൈൻ ചെയ്യുകയും അല്ലെങ്കിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൊണ്ട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ എല്ലാവരും കൂട്ടായ ശ്രമത്തിൻ്റെ ഫലമായിട്ട് സൈക്ലോണിൻ്റെ അകത്തിൽ മരിക്കുന്ന ആളുകളുടെ എണ്ണം ഒത്തിരി കൂടി. ഒരു ഉദാഹരണമായിട്ട് ഈ ബിബോർ ജോയ് എന്ന് പറഞ്ഞ ഗുജറാത്തിൽ 2 വർഷം മുമ്പ് ഉണ്ടായത് ഒരു വളരെ ശക്തി കൂടിയ ഒരു ചക്രവാതമായിരുന്നെങ്കിൽ പോലും അതിൽ മരണസംഖ്യ 0 അപ്പോൾ അത് എന്താ പറയുക, എല്ലാവരുടെയും കൂട്ടായ ഒരു ശ്രമത്തിൻ്റെ ഫലമെന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ സൈക്ലോണിൻ്റെ ഫോർകാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു പേടിക്കുന്ന ഒരു സ്റ്റേജിലല്ല. ഒരു സാധാരണ ഇങ്ങനെ ചില സൈക്ലോണൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ലൂപ്പിംഗ് സിസ്റ്റംസ് എന്ന് പറയും, അല്ലെങ്കിൽ റിക്കർവിങ് സിസ്റ്റം പിന്നെയും, അതായത് ദിശ മാറിപ്പോകുന്ന, അത് അന്തരീക്ഷത്തിൻ്റെ മേലെ തട്ടിലുള്ള കാറ്റിൻ്റെ ഗതിക്കനുസരിച്ചിട്ടാണ് സൈക്ലോണുകളൊക്കെ മൂവ് ചെയ്യുക. അപ്പോൾ ചില സൈക്ലോണുകളൊക്കെ ഇങ്ങനെ ഒന്ന് ചുറ്റിത്തിരിഞ്ഞ് പോകുന്ന പോലെ വരും. അങ്ങനെയുള്ള സൈക്ലോണുകൾ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ എന്നാലും ആ ഒരു ലൂപ്പിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടില്ല. ഇപ്പം മിക്കവാറും എല്ലാ സൈക്ലോണും നമ്മൾ കൃത്യമായിട്ട് ഈ ഏത് സ്ഥലത്താണ്, ഒരു 50 കിലോമീറ്റർ താഴെയാണ് അതിൻ്റെ എറർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഏകദേശം കൃത്യതയോടെ തന്നെ നമുക്കത് പറയാൻ പറ്റും. ഇപ്പോൾ മറ്റ് ഏജൻസികളുടെ ആക്യുറസിയോട് അടുത്ത് തന്നെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് പറയാം. അപ്പോൾ മരണസംഖ്യ നമുക്ക് ഗണ്യമായിട്ട് കുറയ്ക്കാൻ പറ്റി. അത് ഇപ്പം സൈക്ലോണിനെ പറഞ്ഞാൽ നമ്മളൊരു കില്ലർ എന്നുള്ള ആ കാറ്റഗറിയിൽ നമുക്ക് വേണമെങ്കിൽ മാറ്റാമെന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഈ പ്രകൃതി ദുരന്തത്തിൽ അല്ലെങ്കിൽ മരിക്കുന്നതെന്ന് പറഞ്ഞത് ഇടിമിന്നലേറ്റാണ്. പ്രത്യേകിച്ചും വടക്കേ ഇന്ത്യയിൽ, ബീഹാർ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ എന്നുവെച്ചാൽ ഈ മൺസൂൺ മഴ തുടങ്ങിക്കഴിയുമ്പോഴാണ് അവിടെ കൃഷിയൊക്കെ തുടങ്ങുക. അപ്പോൾ ഈ കൃഷിക്കുള്ള നെൽപ്പാടങ്ങൾ ഇങ്ങനെ പരന്ന് കിടക്കുന്ന നെൽപ്പാടത്തിൽ വെള്ളം കെട്ടിയിട്ടിട്ടുണ്ടാവും.
അപ്പോൾ ആളുകൾ കൂട്ടമായിട്ട് നിന്ന് ഈ കൃഷി നടയിലും അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ ഏർപ്പെടുന്നവർ വെള്ളത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ തുറസായ സ്ഥലത്ത് ഏറ്റവും ഹൈറ്റ് കൂടിയെന്ന് പറഞ്ഞാൽ ആളുകളാണ്. അപ്പം ലൈറ്റ്നിങ് സ്ട്രൈക്ക് അല്ലെങ്കിൽ ഈ മിന്നൽ പതിക്കുന്നത് ഈ ആളുകളിലാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ലൈറ്റ്നിങ് ആണ് ഇപ്പം ഉള്ളതിൽ ഏറ്റവും ആളുകളെ കൊല്ലുന്ന ഒരു പ്രകൃതിയുടെ ഒരു എന്താ പറയുക ഒരു വിപത്തെന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഹീറ്റ് വേവാണ്, ഉഷ്ണതരംഗം. അപ്പോൾ ഉഷ്ണതരംഗവും നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതൊരു വേവ് അല്ലെങ്കിൽ തരംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട്. അപ്പോൾ പെട്ടെന്നൊരു ദിവസം അല്ല ഇത് വരുന്നത്. അപ്പം വന്ന് തുടങ്ങുമ്പോഴേ ടെമ്പറേച്ചർ കൂടാൻ തുടങ്ങുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും. സംസ്ഥാനങ്ങളിലാണ് കൂടുതലും ഈ ഉഷ്ണതരംഗമൊക്കെ ഉണ്ടാകുന്നത്? ഗുജറാത്ത്, രാജസ്ഥാൻ, പിന്നെ നമ്മളുടെ ഈ ഉത്തർപ്രദേശ്. പക്ഷേ കൂടുതൽ മരണങ്ങൾ സംഭവിക്കുന്നത് ഒറീസ, ആന്ധ്രാപ്രദേശ് എന്നുള്ളതാണ്. അത് ഈ മൺസൂൺ വരുന്നതിന് തൊട്ട് മുൻപ് ഉണ്ടാകുന്ന ഉഷ്ണതരംഗം വളരെ ഒരു എന്താ പറയുക ആളുകളുടെ ജീവൻ ഒത്തിരി നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട്. അത് ഒറീസയിലും ഗുജറാത്തിലും ഒക്കെ ആയിരുന്നു. ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഈ ഉഷ്ണതരംഗം വരുന്നത് ഇപ്പം കുറച്ചുകൂടെ മുന്നേ കൂട്ടി നമുക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് അത് ഉണ്ടാകുന്ന ആ സമയത്ത് ഒരു ഹീറ്റ് ആക്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടൊരു എന്താ പറയുക ഒരു കൂട്ടായ്മ എന്ന് നമുക്ക് പറയാം. കൂട്ടായ പ്രവർത്തനം പല ഏജൻസികളുടെ, അതായത് കാലാവസ്ഥാ വകുപ്പ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ അവിടുത്തെ ലോക്കൽ ബോഡി ഏതാണോ അത്, ദുരന്ത നിവാരണ സേന, അവർ എല്ലാവരും കൂടി, പിന്നെ സന്നദ്ധ സംഘങ്ങൾ എല്ലാവരും കൂടി ഉള്ള ഒരു എന്താ പറയുക ഒരു പ്രവർത്തനമാണ്, കൂട്ടായ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അങ്ങനെ ഹീറ്റ് വേവ് വരുന്നു എന്നറിയുമ്പോൾ ഇതുപോലെ ജോലിയിലും അല്ലെങ്കിൽ സ്കൂളിലേക്ക് സമയക്രമം മാറ്റുക. പിന്നെ ഈ കൂളിംഗ് പോയിൻറ്റ്സ് എന്ന് പറയും, അതായത് കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ കൂളറുകളൊക്കെ വെച്ചിട്ടുള്ള സ്ഥലങ്ങൾ, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് ആളുകൾക്ക് വിശ്രമിക്കാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് അഹമ്മദാബാദ് പോലെയുള്ള നഗരങ്ങളിലൊക്കെ ഏറ്റവും ആദ്യം ഈ പ്ലാൻ നടപ്പാക്കിയത് അഹമ്മദാബാദിലാണ്. അപ്പോൾ അത് വളരെ എഫക്റ്റീവായ ഒരു കാര്യമാണ്. അപ്പോൾ അത് കണ്ടിട്ട് പല സ്ഥലങ്ങളിലും ഈ ഹീറ്റ് വേവ് കൊണ്ട് മരണം കൂടിയുള്ള സ്ഥലങ്ങളിലും ഈ ഹീറ്റ് ആക്ഷൻ പ്ലാനുകൾ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെയെങ്കിലും ഈ മരണസംഖ്യയൊക്കെ കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ മുന്നേ കൂട്ടി നമ്മൾ പറയുക, അതിനനുസരിച്ചിട്ട് മറ്റ് ഏജൻസികൾ അതിന് തക്കതായ നടപടികൾ സ്വീകരിക്കുക, അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഉഷ്ണതരംഗത്തിൻ്റെ കാര്യത്തിലും ഈ മരണസംഖ്യ കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നത്. ഇത്തരം കാര്യങ്ങൾ മുന്നറിയിപ്പുകളാണെങ്കിലും ഇതുപോലുള്ള കാലാവസ്ഥാ പഠനങ്ങളാണെങ്കിലും ഇതെല്ലാം ആത്യന്തികമായിട്ട് എത്തേണ്ടത് താഴെത്തട്ടിൽ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കാണ്. അപ്പം ആ തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ആശയവിനിമയം അതിനു വേണ്ടിയിട്ട് എന്തെല്ലാമാണ് കാലാവസ്ഥാ കേന്ദ്രം അതുപോലെ തന്നെ മറ്റ് സർക്കാർ സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നത്? അതിന് ആപ്പുകളുണ്ടോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനങ്ങളുണ്ടോ? നേരത്തെ പറഞ്ഞ ഒരു റേഡിയോയിലെ ഒരു കാര്യം, ഒരു പ്രഭാഷണത്തിൻ്റെ കാര്യം പറഞ്ഞു, അതിനെക്കുറിച്ചൊന്ന് പറയാം. അത് ഈ വർഷത്തെ റേഡിയോ ദിനത്തിൻ്റെ തീം എന്ന് പറഞ്ഞത് ഈ കാലാവസ്ഥ മാറ്റം എന്നുള്ള ഇതായിരുന്നു. അപ്പം റേഡിയോയും കാലാവസ്ഥാ വ്യതിയാനവും എന്നുള്ള തീമിലാണ്. അപ്പോൾ ഒരു ലൈവ് ഫോണിൻ പരിപാടിയായിരുന്നു. അപ്പോൾ അതിൽ കയറുന്നതിന് മുമ്പ് ആരും വിളിക്കില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു പരിപാടിയിലേക്ക് ഒത്തിരി ശ്രോതാക്കൾ വിളിച്ചു. അപ്പം അത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പല തട്ടിലുള്ള ആളുകൾ ഈ കാലാവസ്ഥയെപ്പറ്റി, മാറുന്ന കാലാവസ്ഥയെപ്പറ്റി ബോധവാന്മാരാണ്. അതിൽ ഈ നമ്മളുടെ എല്ലാ മീഡിയങ്ങളും, അതായത് ദൃശ്യ ശ്രവ്യ പത്രമാധ്യമങ്ങളെല്ലാം, പിന്നെ അതിൻ്റെ കൂടാതെ യങ് ജനറേഷന് താല്പര്യമുള്ള സോഷ്യൽ മീഡിയ, അവരെല്ലാവരും വളരെ വലിയൊരു പങ്കാണ് വഹിക്കുന്നത്. അപ്പം ഞാൻ ഏത് മീറ്റിങ്ങിലും നമ്മൾ കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ തിരുവനന്തപുരം IMD റെപ്രസെൻ്റ് ചെയ്ത് പോകേണ്ട അങ്ങനെ എന്തെങ്കിലും ഒരു മീറ്റിംഗ് ആണെങ്കിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ ഒരു അലേർട്ടിൻ്റെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ TV-യിൽ അത് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് അവരത് സ്ക്രോൾ ചെയ്ത് കാണിക്കാറുണ്ട്. ഞങ്ങൾ അവിടെ ഓഫീസിലിരുന്ന് തന്നെ നമ്മൾ മോണിറ്റർ ചെയ്യാറുള്ളൊരു കാരണം. അപ്പോൾ ഒരു ഉച്ചയ്ക്കത്തെ ഒരു ബുള്ളറ്റിൻ അപ്ലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ബുള്ളറ്റിൻ മെയിലായിട്ട് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രോഗ്രാമിൽ തന്നെ അവർ കാലാവസ്ഥ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് അലേർട്ടുകളുണ്ടായിരിക്കും. അത് ഒരു വലിയൊരു എന്താ പറയുന്നത്, പണ്ട് 10 വർഷം മുൻപ് എത്ര പേര് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആലോചിച്ച് നോക്കൂ. 10 വർഷത്തേക്ക് ഇപ്പുറത്ത് 2024 25 ആയപ്പോഴേക്കും ഇത് ആളുകൾ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് നമ്മളപ്പോൾ. അത്രയും ആളുകൾ ബോധവാന്മാരാണ്. ഇതിലേക്ക് നമ്മുടെ എല്ലാ മീഡിയയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്.
നേരത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകളൊന്നും അങ്ങനെ എല്ലാവരും കാര്യമായിട്ട് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ റേഡിയോയിൽ പണ്ടുണ്ടായിരുന്ന മീൻപിടുത്തക്കാർക്കുള്ള കാലാവസ്ഥയും കർഷകർക്കുള്ള കാലാവസ്ഥ സൂചന, ഈ 2 കാര്യം മാത്രമാണ് റെഗുലറായിട്ട് പോയിട്ടുണ്ടായിരുന്നതും ആളുകൾ ശ്രദ്ധിക്കുകയും ചെയ്യുന്നത്. ഇന്നും റേഡിയോ പ്രത്യേകിച്ച് ഈ മീൻപിടുത്തക്കാർക്കുള്ള കാലാവസ്ഥാ സൂചന കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒന്നാണ്. പിന്നെ കേരളത്തിലൊരു പ്രത്യേക സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിവിടെ എന്താ പറയുക, നമ്മളൊരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് ഒരു നല്ല പൊസിഷനിലിരിക്കുന്ന ആൾക്കാരാണെന്ന് തന്നെ പറയാം. കാരണം നമ്മൾക്ക് സാങ്കേതിക മികവിൻ്റെ ഭാഗമായിട്ടും മറ്റ് പല കാര്യങ്ങൾ കൊണ്ടും ആളുകൾ മൊബൈൽ ഫോണുള്ളവർ, സ്മാർട്ട് ഫോണുള്ളവരുടെ എണ്ണമൊക്കെ വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ്. ഈ ഇൻഫർമേഷനൊക്കെ എവിടെ കിട്ടും എന്നറിയാം. മീൻപിടുത്തക്കാരൊക്കെ ആണെങ്കിൽ പോലും ഈ പൊട്ടൻഷ്യൽ ഫിഷിംഗ് സോൺ അല്ലെങ്കിൽ മീൻ ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്ഥലം ഏതാണെന്ന് നമ്മുടെ ഹൈദരാബാദിലെ ഇൻകോയ്സ് സെൻറ്റർ ഒരു ഫോക്കാസ്റ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ ഈ കടൽ വെള്ള പാച്ചിൽ അല്ലെങ്കിൽ കടൽ വെള്ളം തള്ളിക്കയറുന്നത്, അതിനെപ്പറ്റി വാണിംഗ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ IMDയുടെയും പലതരം വാണിങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മീൻപിടുത്തക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാലാവസ്ഥ സൂചന എന്ന് പറഞ്ഞ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ആളുകളിപ്പോൾ പോകുന്നത്. പിന്നെ സംസ്ഥാന സർക്കാരും അത് വളരെ കൃത്യമായിട്ട് തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇത് എന്താ പറയുക, ഇത് പാലിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത് എല്ലാ മീഡിയയുടെയും, അതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയ വളരെ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. പിന്നെ കേരളത്തിലെ സോഷ്യൽ മീഡിയയ്ക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ മറ്റ് മെയിൻ സ്ട്രീം മീഡിയ കൂടുതൽ ഇത് കൊടുക്കുന്നതുകൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിൽ അത്രയൊരു ഇത് ഫോളോവേഴ്സ് അധികം ഇല്ലാത്തതെന്ന് തോന്നുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ആപ്പുകൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ IMDയുടെ സ്വന്തം ഒരു ആപ്പുണ്ട്, മോസം എന്ന് പറഞ്ഞിട്ട്. അത് കാലാവസ്ഥ, ഒരു സ്ഥലത്തെ നിങ്ങൾ ഏത് പോയിന്റിൽ നിൽക്കുന്നോ അവിടുത്തെ എല്ലാ വിവരങ്ങളും കിട്ടും, താപനില, എല്ലാ കാര്യങ്ങളും അതിൽ വരും. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയണ്ടാത്തവർക്ക്, ഈ മുന്നറിയിപ്പുകളിലുള്ളതിനെ മറ്റ് മാത്രം അറിയുന്നവർക്കാണെങ്കിലാണ് നമ്മുടെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി NDMAയുടെ ഈ സചേത് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് എനിക്ക് തോന്നുന്നു പബ്ലിക്കിന് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു ആപ്പ് അതായിരിക്കാം. കാരണം നമ്മൾ ഒരു റെഡ് അലേർട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഒരു സൈറൻ പോലെ, ഒരു മൊബൈൽ ഫോൺ തന്നെ ഒരു സൈറൻ പോലെ ആക്ട് ചെയ്ത് ഒരു സൈറൻ സൗണ്ട്, ഒരു ശബ്ദം പുറപ്പെടുവിക്കും. പിന്നെ അത് ഒരു നോട്ടിഫിക്കേഷനായിട്ട് ആ മെസ്സേജ് വരും. അപ്പോൾ അതിനൊരു നമ്മൾ മുൻകരുതൽ എടുക്കേണ്ട സമയത്ത് ഇത് മൊബൈലാണെങ്കിൽ അത് സ്മാർട്ട് ഫോൺ ആണെങ്കിലേ അത് പറ്റുള്ളൂ. കാരണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ സ്മാർട്ട് ഫോൺ ആയിരിക്കണമല്ലോ. പിന്നെ അത് നമ്മൾ ഏത് ജില്ലയിലാണോ ഈ കാലാവസ്ഥ ഇങ്ങനെ അത് നമ്മൾ നൗകാസ്, അല്ലെങ്കിൽ 3 മണിക്കൂർ നേരത്തേക്ക് വാലിഡിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് നൗകാസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് നമ്മൾ കൂടുതലും ഈ കോമൺ അലേർട്ട് പ്രോട്ടോക്കോൾ എന്നാണ് അതിന് പറയുന്നത്. അതായത് ഒരു സ്ഥലത്തെ എല്ലാവരിലേക്കും ഒരു പോയിന്റിൽ നിന്ന് ഈ വാണിംഗ് കൊടുക്കുക എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ നമ്മൾ അലേർട്ട് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പ് വഴി ആ പ്രദേശത്തെ ആളുകളിലേക്ക് നമുക്കതിൽ ഒരു സചേത് ആപ്പിൻ്റെ പ്രത്യേകത, മലയാളം ഉൾപ്പെടെ 16 ഭാഷകൾ ഉണ്ട് അതിന്. അപ്പം 16 ഭാഷകളിലും ഈ മെസ്സേജ് വരും. അപ്പോൾ നമ്മൾ ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ആ സ്ഥലം ഏതാണോ ലൊക്കേഷൻ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏത് സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു പ്രാവശ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് ഇതൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഈ അലേർട്ട് കൃത്യമായിട്ട് മൊബൈലിൽ വരും. റെഡ് ആണെങ്കിൽ അതിനൊരു ബീപ്പ് ശബ്ദവും വരും. അതാണ് എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാവുന്നതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യം. കാരണം കൃത്യമായിട്ട് നമ്മളെ കൃത്യമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി മാത്രം അറിഞ്ഞാൽ മതിയെങ്കിൽ അതായിരിക്കും പക്ഷേ ഒരു സൗകര്യപ്രദമായിട്ടൊന്ന്. പിന്നെ അല്ലെങ്കിൽ നമുക്ക് വീട്ടിലിരിക്കുന്നവർക്കോ TV കാണാൻ സൗകര്യമുള്ളവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവാം. യാത്ര ചെയ്യുന്നവർക്കും മറ്റുമൊക്കെയാണ് ഈ ആപ്പ് ഏറ്റവും ഉപകാരപ്പെടുന്നത്. കാരണം നമ്മളൊരു സ്ഥിരമായിട്ടൊരു സ്ഥലത്തിരിക്കുന്നവരല്ല, എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് മൊബൈലിൽ വരുന്ന ഇൻഫർമേഷൻ എപ്പോഴും ഉപകാരപ്രദമായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതയും കൂടി IMDയും മറ്റ് ഏജൻസികളും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ IMDക്ക് സോഷ്യൽ മീഡിയയിൽ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും പ്രസൻസ് ഉണ്ട്. IMD കേരളത്തിനും ഉണ്ട് അത്. പിന്നെ ഈ സചേത് ആപ്പ്, അതിൻ്റെ സ്പെല്ലിങ് SACHET എന്നാണ്. അതൊരു ഹിന്ദി ഒരു ഫ്രേസിൻ്റെ ഷോർട്ട് ഫോമാണത് സചേത് എന്നുള്ളത്. അപ്പോൾ ഈ കോമൺ അലേർട്ട് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന CAP എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൻ്റെ പാർട്ടായിട്ടാണ് ഈ സചേത് ആപ്പ് ഇതിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ സൈറൻ വരുന്ന ആ സ്റ്റേജ് വരെ ആയിട്ടുള്ളൂ. പിന്നീട് മറ്റ് കാഴ്ചക്കുറവുള്ളവർക്കോ അല്ലെങ്കിൽ കേൾവിക്കുറവുള്ളവർക്കോ വേണ്ടിയിട്ട് ഉള്ള സംവിധാനം കൂടി ഈ ആപ്പിൽ വരാൻ പോകുന്നുണ്ട്.
അന്ന് കാഴ്ചക്കുറവുള്ളവർക്കാണെങ്കിൽ ഈ ശബ്ദം കൊണ്ട് ഇത് സഹായിക്കും. പിന്നെ ഈ അലേർട്ട് അതേത് പ്രാദേശിക ഭാഷയിലാണോ കേൾക്കുന്നത് ആ ഭാഷയിൽ അലേർട്ട് ടെക്സ്റ്റ് റീഡ് ചെയ്ത് കേൾപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഈ എന്താ പറയുക പരിമിതി ഉള്ളവർക്ക് സഹായകരമായ രീതിയിലാണ് ഈ സചേത് ആപ്പും രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നതേ ഉള്ളൂ, ഈ മെസ്സേജ് റീഡ് ഔട്ട് ചെയ്യുന്ന രീതിയിലേക്ക്. അതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ കവചം പരിപാടി മുഖ്യമന്ത്രി അടുത്ത കാലത്ത് ഇനാഗുറേറ്റ് ചെയ്തത്. അത് ഒരു പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള സൈറനും ലൈറ്റുമാണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ആപൽക്കരമായ ഒരു ഘട്ടം വരികയാണെങ്കിൽ ആ സൈറൻ ഒരു സെൻട്രൽ പോയിന്റിൽ നിന്ന് നമുക്ക് സൈറൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഫ്ലാഷ് ലൈറ്റുകൾ, അപ്പം ലൈറ്റിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് അപ്പോൾ അതൊക്കെ മോക്ക് ഡ്രിൽ വഴി അവിടുത്തെ ആളുകൾ പിന്നീട് അത് പറഞ്ഞു പരിശീലിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസ്ഥാന സർക്കാരും ചെയ്യുന്നുണ്ട് ആളുകളിലേക്ക് എത്തിക്കാനായിട്ട്. അപ്പം ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി എന്നൊരു വാക്ക് ഞങ്ങളെപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതായത് ഈ വാണിംഗ് ആരെ ഉദ്ദേശിച്ചിട്ടാണ് പുറപ്പെടുവിക്കുന്നത്, അതിൽ അവസാനത്തെ ആളിലേക്കും ഇത് എത്തുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ഫോർകാസ്റ്റിന് എത്ര കൃത്യത ഉണ്ടെങ്കിലും അത് ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന ആളുകളിലേക്ക് എത്തിയില്ലെങ്കിൽ അതുകൊണ്ടൊരു കാര്യമില്ല. അതൊരു എന്താ പറയുക, അതിൻ്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെട്ട അല്ലെങ്കിൽ ലക്ഷ്യം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ടാർഗറ്റ് ആയിട്ടുള്ള ആളുകൾ ആരാണോ, കമ്മ്യൂണിറ്റി ആരാണോ, അവരിലേക്ക് ഈ വാണിംഗ് മെസ്സേജസുകൾ എത്തിക്കുക എന്നുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒരു പരിധിവരെ ഏറ്റവും ബുദ്ധിമുട്ടേറിയതും അതാണ്. കാരണം ആളുകളിലെ എല്ലാവരെയും ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഈ SMS സംവിധാനമൊക്കെ ഉപയോഗിച്ച് സർക്കാരുകൾ ഏത് സ്ഥലത്തെ ആളുകളാണ് അവരേക്ക് എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സിനെയും അതിൻ്റേക്ക് പങ്കാളികളാക്കിയിട്ടുണ്ട്, നമ്മുടെ മൊബൈൽ സർവീസ് പ്രൊവൈഡേഴ്സിനെ. അപ്പോൾ അതൊരു താരിഫില്ലാത്ത ഒരു ഫ്രീ സർവീസ് പോലെ ആക്കി റെഗുലേഷൻസൊക്കെ മോഡിഫൈ ചെയ്ത് എല്ലാ റെഗുലേറ്ററി ബോഡിയും സർവീസ് പ്രൊവൈഡേഴ്സ് എല്ലാവരും കൂടിയാണ് SMS സംവിധാനം ചെയ്തിരിക്കുന്നത്. പക്ഷേ SMS സംവിധാനത്തിനൊരു പരിമിതിയുള്ള എന്താണെന്ന് വെച്ചാൽ അത് ഇങ്ങനെ ബൾക്കായിട്ട് പോകുമ്പോൾ അതിങ്ങനെ ക്യൂ അപ്പ് ചെയ്ത് കുറച്ച് ഡിലേഡ് മോഡിലാണ് കിട്ടുക. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ ആപ്പാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ഒരുപക്ഷെ SMS ഒക്കെ കുറച്ചൊരു ഡിലേഡ് മോഡിൽ ഒരുപക്ഷെ ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും പലപ്പോഴും പലരിലും എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഇത് ഒഴിവാക്കാനായിട്ട് അയക്കുന്ന SMSകളുടെ എണ്ണവും അല്ലെങ്കിൽ ടാർഗറ്റ് ഗ്രൂപ്പിൻ്റെ എണ്ണം കുറയ്ക്കുക, ആളുകളുടെ എണ്ണം കുറയ്ക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ആലോചിക്കുന്നത്. ഈ ആപ്പിന് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. നമ്മളെപ്പോൾ വാണിംഗ് ജനറേറ്റ് ചെയ്യണോ ആ സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ അത് മൊബൈലുകളിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ ഒരു എന്താ പറയുക ഗുണവിശേഷം ഈ ആപ്പിനുണ്ട്, സചേത് ആപ്പിനുണ്ട്. മാഡം ഈ സംസ്ഥാന കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ തലപ്പത്തെത്തുന്ന ആദ്യത്തെ വനിതയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഒരു ചെറിയ കാര്യമല്ല. ആ ഒരു യാത്ര അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ നിങ്ങളുടെ അനുഭവ പരിചയം അതിൽ വളരെ നിങ്ങളെ വിസ്മയിപ്പിക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളെ ആവേശഭരിതയാക്കിയിട്ടുള്ള സംഭവങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലെ ജോലിയുടെ കാര്യത്തിൽ ഒക്കെ? ഒന്ന് എൻ്റെ എന്താ പറയുക പോസ്റ്റ് ഗ്രാജുവേഷൻ ഞാൻ ഈ കാലാവസ്ഥാ ശാസ്ത്രം തന്നെ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ട് IMD-യിലേക്ക് വന്ന ഒരാളാണ്. അപ്പം ബേസിക്കലി ആ ഒരു ഓറിയൻറ്റേഷൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ IMD-യിൽ വന്നു. അതൊരു എന്താ ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതുന്നത്. കാരണം പഠിച്ച വിഷയത്തിൽ തന്നെ ജോലി കിട്ടുക ഒരു വലിയ ആഗ്രഹിച്ചൊരു ജോലി എന്നുള്ള രീതിയിലാണ്. പിന്നെ ആദ്യമേ മുതൽ തന്നെ ഞാൻ ഈ ഓപ്പറേഷണൽ വെതർ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നൊരു സെക്ടറിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഏവിയേഷൻ, അതുപോലെ മറീൻ സയൻസസ്, മറീൻ സർവീസസ്, അങ്ങനെയുള്ള പല സെക്ടറുകളിൽ ജോലി ചെയ്യാൻ, ഓപ്പറേഷണൽ ഫോർകാസ്റ്റിങ്ങിൽ ജോലി ചെയ്യാൻ ഞാൻ പൂനെയിലാണ് ജോയിൻ ചെയ്തത്. പിന്നെ ഡൽഹിയിലേക്ക് പോയി. അപ്പോൾ ഈ നാഷണൽ ഫോർകാസ്റ്റിംഗ് സെൻറ്ററിലാണ് ഞാൻ എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം വ്യത്യസ്തമായ കാലാവസ്ഥ അനുഭവങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലെയും നേരിട്ട് അറിയുക എന്ന് ഈ നമ്മുടെ വെതർ അനാലിസിസ് കൂടി അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈക്ലോൺ ലാൻഡ്ഫോൾ എന്നൊക്കെ പറയുന്നത് ഒരു സൈക്ലോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മോണിറ്റർ ചെയ്ത് ബുള്ളറ്റിൻസ് സമയത്തിന് എല്ലാ ബുള്ളറ്റിനുകളും സമയത്ത് ഇഷ്യൂ ചെയ്ത് കിട്ടേണ്ടവർക്ക് കിട്ടി എന്ന് ഉറപ്പാക്കുന്നത്
ഒരു എന്താ പറയുക ഒരു നിരന്തരമായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ്. അത് ഒരു എന്താ പറയുക നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫ്യൂച്ചറാണ് അത് നമുക്ക് ഉറങ്ങാനായിട്ട് കുറച്ച് ബ്രേക്ക് തരും. അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റി എപ്പോഴും നമ്മൾ ആ ഒരു മോഡിലേക്കാണ്, നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ആ ഒരു മോഡിലാണ് വർക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മൾ ഈ വരുന്ന ദിവസങ്ങളുടെ ഡേറ്റും ഒക്കെ ആയിരിക്കും നമുക്ക് എപ്പോഴും ഓർമ്മ. ചിലപ്പോൾ ഇപ്പോൾ ഇന്നത്തെ തീയതി നമുക്ക് ഒരിക്കലും റെലവൻ്റ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം ബുള്ളറ്റിൽ എഴുതുമ്പോൾ. അല്ലാതെ നമ്മളെപ്പോഴും എന്താ പറയുക ഫ്യൂച്ചറിലാണ് നമ്മൾ ആ സമയത്തൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞ ഒരു വലിയൊരു എക്സസൈസാണ് ഈ സൈക്ലോൺ ഉണ്ടാകുന്ന സമയത്ത് മോണിറ്റർ ചെയ്ത് ബുള്ളറ്റിൻ ഇഷ്യൂ ചെയ്തതാണ്. അപ്പോൾ അപ്പോഴത്തേക്കും അവിടുത്തെ അറ്റ്മോസ്ഫിയർ മൊത്തം മാറും. ഞങ്ങളുടെ ഫോർകാസ്റ്റിംഗ് റൂമിൻ്റെ ഓരോ ബാച്ചായിട്ട് ജോലി ചെയ്യും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടാണ് നമുക്ക് ചെയ്യേണ്ടത്. കാരണം ആ ജോലിയുടെ കണ്ടിന്യൂറ്റിയും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് മിക്കവാറും ഒരേ ആൾക്കാർ തന്നെ റൊട്ടേഷനിലൊക്കെ തന്നെ വരും. അപ്പോൾ ഞങ്ങൾക്ക് പകൽ സമയം മുഴുവനും ജോലി ചെയ്ത് രാത്രി വരെയൊക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ജോലികളും ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പം അപ്പോഴത്തെ നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഈ ബുള്ളറ്റിൻ ജനറേഷനും ഡിസമിനേഷനും അത് ആളുകൾക്ക് കൃത്യമായിട്ട് എത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മറ്റൊന്നിനെ പറ്റിയും കാര്യമായിട്ടൊന്നും ആലോചിക്കാറില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ലാൻഡ് ഫോൾ ഡേയിൽ നമ്മൾക്ക് ഓരോ മണിക്കൂറിനനുസരിച്ചിട്ട് ഇപ്പം എന്താ പറയുക നമ്മൾ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അതിനനുസരിച്ചിട്ട് ഈ നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആവശ്യങ്ങൾ കൂടുകയാണ്. കാരണം ഏറ്റവും മിനിമൽ ലോസ് ആൻഡ് ലൈവ്ലിഹുഡ് എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു മോട്ടോ ആ സമയത്ത്. അപ്പം അതിനനുസരിച്ചിട്ട് ലാൻഡ് ഫാൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ സൈക്ലോൺ കരയിൽ പ്രവേശിക്കുന്ന ദിവസം നമ്മൾ ഓരോ മണിക്കൂർ ഇടവിട്ട് ബുള്ളറ്റിനുകൾ ഇഷ്യൂ ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഒബ്സർവേഷൻസ് കളക്ട് ചെയ്യുക, അത് അനലൈസ് ചെയ്യുക, അതിനനുസരിച്ചിട്ട് ബുള്ളറ്റിൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുക ഓരോ മണിക്കൂറിൽ. അപ്പം അതൊരു ഇടതടവില്ലാതെ ചെയ്യുന്നൊരു ജോലിയാണ്. അപ്പം എനിക്ക് ഒരു ഓർമ്മയുള്ളൊരു ഇവൻ്റ് എന്ന് വെച്ചാൽ ഡൽഹിയിൽ ഡിസംബറിലായിരുന്നു. അപ്പോൾ ഡൽഹിയിൽ ഫോഗും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ ഒരു സൈക്ലോണിൻ്റെ ലാൻഡ് ഫോളിൻ്റെ ബുള്ളറ്റിൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് ഒരു പകൽ സമയമായിരുന്നുകൊണ്ട് നാഷണൽ മീഡിയയിൽ മിക്കവാറും നാഷണൽ മീഡിയയിൽ മാത്രമല്ല മറ്റ് ഈ പ്രാദേശിക മീഡിയയിൽ ആളുകളും ഒക്കെ അവിടെ ലൈവ് കവറേജിനൊക്കെ വന്നു. അപ്പോൾ ആ ലാൻഡ് ഫാൾ കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പം അവരുടെ ഒരു ആശ്വാസം കാണണമായിരുന്നു ഈ കുറേ നേരമായിട്ട് ഈ കവർ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നവർ. അപ്പം അന്നാണ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവർ രാത്രിയിലൊക്കെ ആണെങ്കിൽ അത്രയും ഒന്നും ആളുകളുടെ പ്രസൻസ് ഉണ്ടാവാറില്ല. അവരൊക്കെ ഓരോരോ ബൈറ്റൊക്കെ എടുത്ത് വന്ന് ബൈറ്റ് എടുത്ത് പോവുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് അവർ ആ സമയത്ത് മിക്കവാറും എല്ലാവരും തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പം ശരിയാണ്, ഒരു ദുരന്തമാണ് ഇതൊക്കെ ആണെങ്കിൽ പോലും നമ്മൾ ആ ഒരു ഫോർകാസ്റ്റ് ചെയ്ത ആ ട്രാക്കിൽ അല്ലെങ്കിൽ ആ പോയിന്റിൽ ആ സൈക്ലോൺ ക്രോസ് ചെയ്തു. അപ്പം നമ്മളുടെ ആ ഒരു ലക്ഷ്യം നമ്മൾ കണ്ടു എന്നുള്ള രീതിയിൽ അവർ ശരിക്കും പറഞ്ഞാൽ അവർ അതായത് പറയും ദുരന്തമാണ്, എന്നാൽ പോലും ആ ഒരു സമയത്തൊരു റിലീഫ് അവരിലാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കണ്ടത്. അപ്പോൾ അവർ ഫുൾ ടീമിനെ അന്ന് അഭിനന്ദിച്ചിട്ടൊക്കെയാണ് പോയത്. അതൊരു മനസ്സിൽ തങ്ങിയിരിക്കുന്നൊരു കാര്യമാണ്. അതിനൊരു പകൽ സമയം ആയതുകൊണ്ടാണ് അത്രയും കൂടുതൽ അന്ന് മീഡിയ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നത്. എപ്പോഴും മീഡിയ വരാറുണ്ട്, പക്ഷെ അന്ന് ആ ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ഒരു പകൽ സമയത്തായിരുന്നുകൊണ്ട് കുറേ അധികം ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് അവരും ഒരു പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള എത്ര ശ്രമമുണ്ടെന്നുള്ളത് നേരിട്ട് കണ്ടതും. ഒരു പക്ഷേ അത് കുറച്ച് വർഷങ്ങളായതാണ്, പക്ഷെ അവർ നേരിട്ട് അനുഭവിച്ചതും അപ്പോഴാണ്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇപ്പോൾ ഓരോരുത്തരും ഈ വെതർ റിപ്പോർട്ടിങ്ങിന് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നതും. വെതറിൻ്റെ ഒരു ബീറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു സെഷനായിട്ടാണ്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ഈ വിപത്തുകളൊക്കെ നമ്മൾ ബാധിക്കാൻ തുടങ്ങുമ്പം എല്ലാ സ്റ്റേറ്റിലും. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഈ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ TV വളരെ പ്രധാനപ്പെട്ട ഒരു മാധ്യമമാണ് ഇങ്ങനെയുള്ള മെസ്സേജസ് കാലേ കൂട്ടി ആളുകളെ അറിയിക്കുന്നതിൽ. അപ്പോൾ അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു ടിപ്പിക്കൽ ഒരു ഓഫീസ് ജോലിയല്ല. നമ്മൾ രാവിലെ 9 മണിക്ക് വന്നു 5:30 മണിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് പോവുക, അങ്ങനെയല്ല. നമ്മളെപ്പോഴും ഓഫീസിന് പുറത്താണെങ്കിൽ പോലും ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും എപ്പോഴും. എന്നാലേ ഉള്ളൂ നമ്മൾ എന്താ പറയുക, ഇത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ ഇതിൽ നിന്ന് ഒരിക്കലും നമ്മൾ ഒരു ബ്രേക്ക് എടുക്കുന്നില്ല. ഒരു ഫോർകാസ്റ്റിനെ സംബന്ധിച്ചോളം നമ്മൾ ജോലിയിൽ നിന്ന് ഇത്തിരി മാറി നിന്നാലും അല്ലെങ്കിൽ ഫിസിക്കലി അവിടെ പ്രസൻറ്റ് അല്ലെങ്കിൽ പോലും എപ്പോഴും നമ്മൾ ഇതിൽ ഇൻവോൾവ് ആണ്. അതങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ ജോലിക്ക്. ഈ ധ്രുവപ്രദേശത്ത് മഞ്ഞുരുക്കം അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം, ഇതെല്ലാം നമ്മൾ മുൻപൊക്കെ അക്കാദമിക്കായിട്ട് കേട്ട് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടി കളഞ്ഞിരുന്ന വിഷയങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മുടെ തൊട്ടുമുന്നിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമായിട്ട് അത് സംഭവിക്കുന്നതായിട്ട് പറയുന്നു. എങ്ങനെയാണ് അത് നമ്മളെ ബാധിക്കുന്നത്?
അകലെ വളരെ 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 അകലെയുള്ളൊരു കാര്യമാണ്. പക്ഷേ കേരളത്തിനെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? അതിരുകളില്ലാത്ത ഒരു ശാസ്ത്രമാണ് കാലാവസ്ഥാ ശാസ്ത്രം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയുടെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അത് ഒരു തുടർച്ചയാണ്. അതിന് പൊളിറ്റിക്കൽ ബൗണ്ടറിയോ അങ്ങനെയുള്ള ഒരു ബൗണ്ടറികളുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർ കണക്റ്റഡാണ്. എവിടെ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം വിദൂരത്തിലാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രതിഫലനം ഉണ്ടാവും. അതാണ് ടെലി കണക്ഷൻസ് എന്ന് പറയുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ ധ്രുവ പ്രദേശത്തെ മഞ്ഞുരുക്കം. പിന്നെ ഈ യൂറോപ്പിലെ മഞ്ഞിൻ്റെ അളവും അതിൻ്റെ മഞ്ഞുരുക്കവും ഒക്കെ പണ്ട് നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ഈ മൺസൂണിൻ്റെ ലോങ് റേഞ്ച് ഫോർകാസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ഈ മൺസൂണിൻ്റെ ലോങ് റേഞ്ച് ഫോർകാസ്റ്റിന് ഉപയോഗിച്ചിരുന്ന ഘടകങ്ങൾ ഇതുപോലെയുള്ള ഈ ടെലി കണക്ഷൻസ് അല്ലെങ്കിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പല ഘടകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു 16 പാരാമീറ്ററുകൾ ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ അത് ഒരു അടിസ്ഥാനമില്ലാത്തൊരു കാര്യമല്ല പറഞ്ഞത്. കാരണം എപ്പോഴും അതിനൊരു ഉദാഹരണമാണ് നമ്മളെപ്പോഴും പറയുന്ന ഏറ്റവും എല്ലാവർക്കും കേട്ടാൽ എളുപ്പം മനസ്സിലാവുന്ന ഒരു കാര്യമാണ് എൽ നിനോ ലാനിന കണ്ടീഷൻ എന്ന് പറയുന്നത്. പെറു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തീരപ്രദേശത്ത് അല്ലെങ്കിൽ തീരത്തോട് അടുത്ത് കിടക്കുന്ന പസഫിക് സമുദ്രത്തിൻ്റെ ജലത്തിൻ്റെ താപനിലയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് ഈ രണ്ട് പ്രതിഭാസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എൽ നിനോ അല്ലെങ്കിൽ ലാനിന എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് ദൂരം ആ സ്ഥലത്ത് നിന്ന് ദൂരം കൂടുന്തോറും അത് അനുഭവപ്പെടുന്ന കാലവ്യത്യാസം ഉണ്ടാവും. അതിൻ്റെ എന്താ പറയുക ഇൻഫ്ലുവൻസിനും ചെറിയ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രം. പക്ഷേ ഈ ഒരു പ്രതിഭാസമാണ് എല്ലാവർക്കും പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം നമ്മളുടെ കാലാവസ്ഥയെ കുറച്ചെങ്കിലും സ്വാധീനിക്കുന്ന ഒരു ഘടകം കൂടിയാണ്. പ്രത്യേകിച്ചും എൽ നിനോ സമയത്ത് നമ്മുടെ മഴയെ ബാധിക്കാം, നെഗറ്റീവായിട്ട് ബാധിക്കാം. നമുക്ക് മൺസൂൺ സമയത്താണ് മഴ കുറവുണ്ടാവാം. അതുപോലെ വേനൽക്കാലത്ത് ചൂട് കൂടുതൽ അനുഭവപ്പെടാം. അതുപോലെ തന്നെയാണ് ലാനിന, അതിൻ്റെ റിവേഴ്സ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിൻ്റെ നേരെ വിപരീതമായൊരു അവസ്ഥ. അതായത് സാധാരണയിൽ കൂടുതലും താപനില കുറവായി, അതായത് ശീതമായ ഒരവസ്ഥ. ഒന്ന് ചൂട് കൂടുന്ന ഒരവസ്ഥ, മറ്റത് തണുക്കുന്ന ഒരവസ്ഥയിലേക്ക്. കടൽ ജലം സാധാരണയിൽ കൂടുതൽ തണുക്കുന്ന ഒരവസ്ഥയാണ് ലാനിന എന്ന് പറയുന്നത്, പസഫിക്കിലെ കടൽ ജലം. അപ്പോൾ ആ ഒരു സമയത്ത് പ്രത്യേകിച്ചും മൺസൂണിൻ്റെ രണ്ടാം പകുതി, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ലാനിന കണ്ടീഷനിലാണ് പസഫിക്കിലെ സമുദ്ര ജലത്തിൻ്റെ താപനിലയെങ്കിൽ അത് നമ്മുടെ മൺസൂണിന് കൂടുതലായിട്ട് അല്ലെങ്കിൽ മഴ കൂടുതലുണ്ടാവാൻ ഒരു കാരണമുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഈ പെനിൻസുലാർ ഇന്ത്യയിൽ, അത് ഉപദ്വീപ് ഭാഗത്ത് മഴ കൂടുതലിനൊരു കാരണമുണ്ട്. ഇത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ ലാനിന സമയത്ത് നമുക്ക് മഴ കൂടുതലുണ്ടാവാം എന്നുള്ളത്. പിന്നെ ഈ നോർത്ത് ഈസ്റ്റ് മൺസൂണും നമ്മളെ സംബന്ധിച്ചോളം ലാനിന കണ്ടീഷനാണെങ്കിൽ ആ സമയത്തും മഴ കൂടുതലുണ്ടാവാം. അപ്പോൾ അതിന് ഒരു മറുവശം കൂടിയുണ്ട്. കാരണം നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണിൽ മഴ കൂടുതലുണ്ടാകുന്ന സാധാരണഗതിയിൽ ന്യൂനമർദ്ദം ഒക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ അത് സൈക്ലോൺ പോലെയുള്ള വിപത്തുകളാവാതിരിക്കുകയാണെങ്കിൽ നമുക്കത് മഴ കൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ അത് സൈക്ലോൺ പോലെയൊക്കെ ആണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് ദുരിതഫലങ്ങളും ഉണ്ടാകും എന്നുള്ളൊരു പ്രശ്നവശവും കൂടി അതിനുണ്ട്. അപ്പോൾ ഈ ഗ്ലോബൽ ടെലി കണക്ഷൻസ് ആണ് ഇതിന് പറയുന്നത്. അപ്പം ഗ്ലോബിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിലോ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും കാര്യമായ മാറ്റങ്ങളുണ്ടെങ്കിൽ അത് മറ്റ് സ്ഥലങ്ങളിൽ അത് പ്രതിഫലിക്കുമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്.